ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചീരയുടെ ഗുണങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചായ മൻസ ചീര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മെക്സിക്കയിലാണ് ഇതിൻ്റെ ജന്മദേശം. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ ചീര എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു ചീരയാണിത്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, എന്നാലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഈ ഒരു ചീരയ്ക്ക്. ഈ ഒരു ചീരയുടെ ഗുണങ്ങളെപ്പറ്റി ആരും തന്നെ അറിയാതെ പോരുത്. കാരണം അത്രയ്ക്ക് ഗുണങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ചീരയിൽ നിന്നും അതിനേക്കാളും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു ചീരയിൽ കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ഈ ഒരു ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ദഹനത്തെ സഹായിക്കും, ഭാരം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഇതിൽ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെ ഒക്കെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് സഹായിക്കും. പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. പിന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പ്രമേഹമുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഇല നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് പച്ചക്ക് കഴിക്കാൻ പാടില്ല. ഇതിൽ ടോക്സിക് ആയിട്ടുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മരച്ചീനിയൊക്കെ നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോക്കിയതിന് ശേഷമല്ലേ നമ്മൾ കഴിക്കാറ്. അതിൽ മരച്ചീനിയിലെ പോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഹൈഡ്രോസയനിക് ഗ്ലൈക്കോസൈഡ്സ് ഇതിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പച്ചക്ക് കഴിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. നല്ലോണം വേവിച്ചിട്ട് കഴിക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ കറയൊക്കെ ഉണ്ടാവും അതിൻ്റെ തണ്ടുമ്മൽ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരു ഇല മാത്രം നമ്മൾ ഉപയോഗിക്കാറ്. പലർക്കും പേടിയാണ് ഈ ഒരു ഇല ഉപയോഗിക്കാൻ. കാരണം ഹൈഡ്രോസയനിക് ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ടോക്സിക് അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ടോക്സിക് ആണ്. പക്ഷേ നമ്മൾ മരച്ചീനിയൊക്കെ ടോക്സിക് അല്ലേ, എന്നിട്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ചീരയേക്കാളും 3 ഇരട്ടിയോളം പോഷകങ്ങളും ഔഷധങ്ങളൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ചീര നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തായാലും ഈ ഒരു ചീര കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.